കൂടി 30 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. മാസ് നോക്കുവാണെങ്കിൽ 19 കില്ലോട് കൂടി ആഷ് 1 ആണ് 29 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. Z30 നോക്കുവാണെങ്കിൽ ആഷ് 4 ആണ് 16 കില്ലോട് കൂടി 20 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ബ്ലാക്ക് സ്ക്വാഡ് നോക്കുവാണെങ്കിൽ ആഷ് 9 ആണ് 15 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ആഷ് 5 RSL7X DLX ആണ് 7 കില്ലോട് കൂടി 10 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ആഷ് 3 നമ്മുടെ ചോട്ടാ മുംബൈ ആണ് 2 കിലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റാലിയ നോക്കുവാണെങ്കിൽ ഇറ്റാലിയ ആഷ് 8 ആണ് 5 കിലോട് കൂടി 6 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. TV ആഷ് 12 ആണ് 5 കിലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് TGA ആഷ് 7 ആണ് 2 കിലോട് കൂടി 3 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് എൽ ക്ലാസിക്കോ നോക്കിയാൽ ആഷ് 6 ആണ് 0 കിലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. മാഫിയ നോക്കുവാണെങ്കിൽ ആഷ് 11 ആണ് 1 കിലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് KVA ആഷ് 10 ആണ് 0 കിലോട് കൂടി 0 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഹിയർ വി ഗോ ദ പ്ലെയർ സ്റ്റാറ്റസ്. സോ നോക്കുകയാണെങ്കിൽ ആർസിയോണിലെ ദ നൂബാണ് 5 കിലോയുടെ MVP ആയിട്ട് ഇരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ലോഡ് പ്ലാക്കോയും 5 കിലോയുടെ നിൽക്കുന്നുണ്ട്. മാസിലെ ബുള്ളോപ്പി 4 കില്ല്, മാസിലെ ഡിവൈൻ 4 കില്ല്, മാസിലെ അൺബ 4 കില്ല്, ഈ C30 ഡെക്കാറിയോ 4 കില്ല്, BSലെ കോയ 3 കില്ല്, ആർസിയോണിലെ ജിൻസക്കായി 3 കില്ല്, BSലെ വീറ്റം 3 കില്ല്, ആർസിയോണിലെ വിസ്റ്റം 3 കില്ല്, മാസിലെ ബീഫ് അറ്റാക്കി 3 കില്ല്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഫൈനൽസിന്റെ ഫൈനൽ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ലീഡർ ബോർഡിൽ ഫസ്റ്റ് എന്ന്. സോ ഫൈനൽ മാച്ചിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ റിസൾട്ട് വെബ്സൈറ്റില് നോഡ് ഇട്ട ലിങ്ക് ഇല്ലേ അതിൽ കയറിയാൽ മതി. അതിന്റെ മറ്റേ ഇത് കാണിക്കണ്ട കേട്ടോ, ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കയറിയാൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ അതില്? അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഹിയർ വി ഗോ ദ ഫൈനൽ റിസൾട്ട്. ഏറ്റവും ഫൈനൽ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഫൈനൽ റിസൾട്ട് പാട്ടും കൊള്ളാം, ആ ബാക്ക്ഗ്രൗണ്ടില് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് നെഞ്ചിടിപ്പ് വരുന്ന ബാക്ക്ഗ്രൗണ്ട്. So guys, here we go. I am revealing the final point table. നിക്ക് ഞാൻ ഗ്രാൻഡ് ഫൈനൽസ് ആക്കിയില്ല, ഗ്രാൻഡ് ഫൈനൽസ് ആക്കിക്കോട്ടെ. 4 മാച്ചാ വന്നിട്ടുള്ളല്ലോ. അപ്ഡേറ്റ് ആയിട്ടില്ലേ? റീഫ്രഷ് ചെയ്താൽ മതിയോ? 2 മിനിറ്റ് അന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. F11 അടിച്ചോ? F11 ഇല്ല വെയിറ്റ്, ഞാൻ ആയിട്ടില്ല. 4 മാച്ച് ആയിട്ടില്ല, 5 മാച്ച് ആയിട്ടില്ല. അല്ല F11 ഫുൾ സ്ക്രീൻ ആക്കി. അത് അന്നേരം റീഫ്രഷ് അടിക്കാൻ പറ്റൂല, അതല്ലേ? ഞാൻ സ്ക്രീൻ ഐഡിയ ചെയ്തേക്കുവാ. കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ഹാർട്ട് അറ്റാക്ക് വരും. അവസാനത്തെ ആ റൗണ്ടിൽ ടോപ്പ് നിന്ന ടീംസ് ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഒന്നും പറയണ്ട, ഇപ്പൊ വെയിറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും മാച്ച് മാറാ. അയ്യോ, ഫിനിഷ് ചെയ്ത കാര്യമാണ് പറഞ്ഞത് ലാസ്റ്റ് റൗണ്ട്. എല്ലാരും കൂടി കേറാവും. ഇത് വേറെ അല്ലേ? വേറെ ടെൻഷൻ അതല്ലേ? എനിക്ക് ടെൻഷൻ, ഇവർക്കാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ടെൻഷൻ ഇപ്പൊ. സത്യം. അയ്യോ, ഇതൊക്കെ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ആയി. ലോഡാവുന്നതേ ഉള്ളൂ. 11 മാച്ചായി അല്ലേ? F11 അടിച്ചു. F11 അടിച്ചോ? നമ്മള് പറഞ്ഞ എന്ത് സംഭവിക്കാം, ലീഡർ ബോർഡില് എന്ത് ചേഞ്ചും വരാന്ന്. So here we go, the final point table and final result of Eagle Gaming X Excellent is PvP, the Rampage the PvP tournament ന്റെ
winner and the final scoreboard is here. And here we go. The final result is ഇറ്റാലിയ വിത്ത് 101 പോയിന്റോടുകൂടി ചാമ്പ്യൻ ആയിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തൊട്ട് താഴെ TVA വിത്ത് 81 പോയിന്റോടുകൂടി #2 ആയിരിക്കുകയാണ്. ആൻഡ് ടോപ്പ് 3യിലേക്ക് RZ7 ലൈനപ്പ് വന്നിരിക്കുന്നു 79 പോയിന്റോടുകൂടി. RZ7 മൂന്നാമത്തെ ഇതിലേക്ക് വന്നിരിക്കുന്നു. ആൻഡ് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 64 പോയിന്റ് ആണ് നമ്മുടെ #4. ആൻഡ് TGA 58 പോയിന്റോടുകൂടി #5ലേക്ക് പോയിരിക്കുന്നു. ആൻഡ് എൽ ക്ലാസിക്കോ നോക്കിയാൽ #6ഓടുകൂടി 55 പോയിന്റ് എത്തിയിരിക്കുന്നു. ആൻഡ് #7 ഇവിടെ Z30 എൽ ക്ലാസിക്കോ 55 പോയിന്റ് ഷെയർ ചെയ്യുകയാണ്. ആൻഡ് മാസ് നോക്കിയാൽ #8ഓടുകൂടി 54 പോയിന്റ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് KVA ഇവിടെ നോക്കുകയാണെങ്കിൽ 46 പോയിന്റ് സെക്യൂർ ചെയ്ത് 9ാം സ്ഥാനത്താണ് KVA. ആൻഡ് 10ാം സ്ഥാനത്ത് ഛോട്ടാ മുംബൈ ആണ് 38 കില്ലോട് കൂടി 38 പോയിന്റോട് കൂടി ഛോട്ടാ മുംബൈ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് 11ാമത് RZ7X DLX ആണ് 35 പോയിന്റോട് കൂടി 11ാം സ്ഥാനത്ത്. അതുപോലെ മാഫിയ നോക്കുകയാണെങ്കിൽ 5 പോയിന്റോട് കൂടി 12ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട് ഈസ് ദിസ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഇറ്റാലിയ ഫോർ ബിക്കമിംഗ് ദ ചാമ്പ്യൻ ഓഫ് റാംപേജ്. ഈഗിൾ എക്സ് എക്സലൻസ് നടത്തിയ റാംപേജ് PvP ടൂർണമെന്റിന്റെ ചാമ്പ്യൻ ആയത് ഇറ്റാലിയാണ്. ആൻഡ് റണ്ണർ അപ്പ് ഈസ് TVA ആണ്. തലയെവെട്ട് മധോലോകം ഈസ് ദ റണ്ണർ അപ്പ്. ആൻഡ് RZ7 ഈസ് ദ സെക്കൻഡ് റണ്ണർ അപ്പ് ഹിയർ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദ ടീംസ് ആൻഡ് പ്ലേയേഴ്സ്. ആൻഡ് നമുക്ക് MVP ലേക്ക് പോവാം. MVP ഗ്രാൻഡ് ഫൈനൽസിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത് ഒസാക്കയാണ്. ആൻഡ് ഓവറോൾ മാച്ചിൽ ഓൾ സ്റ്റേജസിലേക്ക് ഞാൻ പോവാണ്. ഹിയർ വി ഗോ. MVP ഓഫ് ദ ടൂർണമെന്റ് ആരായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ടൂർണമെന്റ് MVP വിൽ ബി വില്ലോ പ്രൊഫസർ ആൻഡ് ഇറ്റാച്ചി ഷെയറിംഗ് ഫസ്റ്റ് പ്ലേസ് വിത്ത് 30 kills. 30 കില്ലോട് കൂടി വില്ലും ഇറ്റാച്ചിയും ഷെയർ ചെയ്തിരിക്കുന്നു ഒന്നാം സ്ഥാനം ഷെയർ ചെയ്തിരിക്കുന്നത് TVA വില്ലു പ്രൊഫസർ ആൻഡ് TVA ഇറ്റാച്ചിയാണ് 30 കില്ല്. 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നോക്കിയാൽ CMന്റെ ഒരു പ്ലെയർ ആണ്. ആൻഡ് തൊട്ട് താഴെ നമ്മുടെ KVAയിലെ ഷെയ്ഖ് മുഹമ്മദ് ഉണ്ട്. അതുപോലെ KVAയിലെ വിംപി ഉണ്ട്. TGAയിലെ റോബ് ലൂക്കി ഉണ്ട്. BS ക്യൂബൻ ഉണ്ട്. ആൻഡ് Z30 ഒഡിസി ഉണ്ട്. RZ7 വിസ്ഡം ഉണ്ട്. നീലകണ്ഠനുണ്ട്. നീലുണ്ട്. TGA സുരേഷ് ഉണ്ട്. മാസ് അൺബാൻ ഉണ്ട്. TVA സ്നൈപ്പ് ഉണ്ട്. മെസ്ബോയ് ഉണ്ട്. IGL ത്രാഗ് ഉണ്ട്. സോ ഇതാണ് ദ ഫൈനൽ റിസൾട്ട്സ്. ആൻഡ് പ്രൈസ് മണി ടൂർണമെന്റിന്റെ പ്രൈസ് മണി 3 ദിവസത്തിനുള്ളിൽ എല്ലാ ടീംസുകളുടെയും കയ്യിൽ അവരവരുടെ പ്രൈസ് പൂൾ എത്തുന്നതായിരിക്കും. ആൻഡ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടീമിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ എല്ലാ പ്രൈസ് മണിയും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ആൻഡ് സ്ലോട്ടിന്റെ കാര്യം ഞാനല്ല ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ടോപ്പിൽ വന്ന 2 ടീമുകൾക്കും ഇവിടെ സ്ലോട്ട് ഇല്ല ആക്ച്വലി. സോ അപ്പോൾ ആ ഒരു സ്ലോട്ടിന് വേണ്ടി ആരായിരിക്കും ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ല. സോ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാണ്. ആൻഡ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് സ്പെക്ക് ചെയ്തത് കൊണ്ട് പറയുവാണ്. അല്ല, ടൂർണമെന്റ് സ്പെക്ക് ചെയ്തത് ഇല്ല, ഞാൻ പറയുവാണ്. ഞാൻ പറയട്ടെ. ടൂർണമെന്റ് സ്പെക്ക് ചെയ്തുകൊണ്ട് പറയുവാണ്. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ടീംസും ഡിസേർവ്ഡ് ആണ്. ആൻഡ് ഡിസിഷൻ എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ വിൽ ബി അത് എക്സ്ലാൻഡിസ്റ്റിന്റെ അഡ്മിൻ പാനലിൽ നിന്നായിരിക്കും. ആൻഡ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതിൽ ടോപ്പ് നിൽക്കുന്ന 3 ടീമും വേൾഡ് ഡിസേർവ്ഡ് ടു ബി പ്ലേ ഇൻ എക്സ്ലാൻഡിസ്. ആൻഡ് ബാക്കി ഡിസിഷൻസ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എക്സ്ലാൻഡിസിന്റെ പേജിൽ കൂടെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിസൾട്ട്. സോ എന്തായാലും നമുക്ക് ആൻഡ് ഓവറോൾ പോയിന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ TVA 11 മാച്ചും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ TVA ടോപ്പ് ഓഫ് ദ
ഓവറോൾ സ്റ്റാൻഡിംഗ് വിത്ത് 276 പോയിന്റ് ആണ് ടി വി എ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയ നോക്കുവാണെങ്കിൽ കില്ലിനേക്കാളും ഇമ്പോർട്ടൻ്റ് അവർ പ്ലേസ്മെന്റ് പോയിന്റുകൾക്കാണ് നോക്കിയിരിക്കുന്നത്. ആൻഡ് പ്ലേസ്മെന്റ് പോയിന്റ് നല്ല രീതിയിൽ എടുത്ത് ഇറ്റാലിയ 238 പോയിന്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് KVA ആണ് 217 മൂന്നാമത്, മാസാണ് 4ാം സ്ഥാനത്തും, TG ആണ് 5ാം സ്ഥാനത്തും, Z30 6ാം സ്ഥാനത്തും, R67 7ാം സ്ഥാനത്തും, KVA 8ാം സ്ഥാനത്തും, ഛോട്ടാ മുംബൈ 9ാം സ്ഥാനത്തും, TVA X CSK 10ാം സ്ഥാനത്തും ആണ് വന്നിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് എവരി വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് നമുക്ക് വേറെ അല്ലാതെ കുറച്ച് കാര്യങ്ങളുടെ കുറച്ച് ക്രൂവിനും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താനും പറയാനും ഉണ്ട്. എല്ലാവരുടെ അടുത്തും കുറച്ച് താങ്ക് യു പറയാനുണ്ട്. സോ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഇറ്റാലിയയിലെ ആൾക്കാരെ വിളിക്കാം. ഇറ്റാലിയയിലെ അവരെ ഒന്ന് വിളിക്കുമോ? ഓക്കെ. അങ്ങോട്ട് പോണോ അതോ ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഇങ്ങോട്ട് ടീം ഫുൾ ഇരിപ്പുണ്ട് അവിടെ. അവർക്ക് ആർക്കൊക്കെ വരാൻ താല്പര്യമുണ്ടോ എല്ലാവരും വരാൻ പറ. സോ നമുക്ക് ഇറ്റാലിയെ വിളിക്കാം. അങ്ങനെ കഴിഞ്ഞു ഈഗിൾ നമ്മുടെ ഫൈനൽ. അവർ ചോദിച്ചോ, ഡ്രാഗ് ചോദിച്ചോ അവരുടെ അടുത്ത്? എല്ലാരും വരാൻ താല്പര്യമുണ്ടെന്ന് പറയാം. എന്നാ എല്ലാരും വിളിക്കാം. സോ വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, എല്ലാരും വരട്ടെ. സോ എല്ലാവർക്കും വെൽക്കം. നിങ്ങളാണ് അപ്പൊ ചാമ്പ്യൻസ്. ഫസ്റ്റ് തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ടീം റാംപേജ്. ടോട്ടലി എത്രയാണ്? 232 പോയിന്റ് ആണ് ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് നിങ്ങൾ സെക്യൂർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ജേണി. സംഭവം എന്ന് വെച്ചാല് എല്ലാം ഏകദേശം വിചാരിച്ച പോലെ ഫസ്റ്റത്തെ എല്ലാ കളിയും പോയി. ലാസ്റ്റത്തെ കളി പിന്നെ നമ്മള് കുറച്ച് ഡിസ്കോഡിനൊക്കെ കുറച്ച് ഇഷ്യൂ വന്ന് അങ്ങനെ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റി. ഇടയ്ക്ക് വെച്ച് ഡിസ്കോഡ് മൊത്തത്തിൽ ഡിസ്കണക്ട് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് കളിയിൽ കുറച്ച് ഇതായി. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ നല്ല കളിയായിരുന്നു എല്ലാവരും. ഓക്കെ. സോ നമ്മുടെ ഒരു റൂൾസ് പ്രകാരം എക്സ്ലാൻഡിസ് സിറ്റിയിൽ ഒരു സ്ലോട്ടായിരുന്നു. ടോപ്പിൽ വരുന്ന ടീമുകൾക്ക് സ്ലോട്ടിൽ ഇല്ലാത്ത പ്ലേയേഴ്സ് ആരെങ്കിലും ആണ് ടോപ്പ് 3 വരുന്നതെങ്കിൽ അവർക്കൊരു സ്ലോട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഓഫർ ചെയ്തിരുന്നത്. കറന്റ് നിങ്ങൾ ഇറ്റാലി എന്നുള്ള പേരിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകാനാണോ താല്പര്യം? ഗ്യാങ് ആയിട്ട് കളിക്കുന്നില്ല. സോ അപ്പൊ നിങ്ങൾ കളിക്കുന്നില്ലെങ്കിൽ അടുത്ത വരുന്ന ഒരു ഗ്യാങ്ങിനായിരിക്കും ആ ഒരു ചാൻസ് കൊടുക്കാൻ പോണത്. അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ. സോ അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് എല്ലാവർക്കും. നിങ്ങളുടെ പ്രൈസ് പൂൾ ഒരു 3 ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നാൽ മതി. എന്താ നിങ്ങളുടെ അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കും ഒരു 3 ഡേയ്സിനകത്ത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? വേറെ അധികം ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല, നമ്മള് മാത്രമല്ല ബാക്കി എല്ലാ ടീംസും നല്ലോണം കളിച്ചു. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ താങ്ക് യു. ഓക്കെ. സോ അടുത്ത ടീമിനെ ട്രാക്ക് ചെയ്തോ ബക്കു? അടുത്ത പോയോ? TV 4 പേര് ഇരിപ്പുള്ളൂ. ഞാൻ ബാക്കി എല്ലാവരും വിളിക്കാൻ പറയാം. സോ എന്തായാലും നമുക്ക് നോക്കാം. എന്താടാ? അപ്പൊ രണ്ടാമത്തെ ടീമിനെ നോക്കാം. അടുത്ത ടീമിനെ വിളിക്കാം. നമുക്ക് TVAയിലെ പ്ലേയേഴ്സിനെ വിളിക്കാം. നമുക്ക് TVAയിലെ പ്ലേയേഴ്സിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. RC7 ഫുൾ ഉണ്ടാന്ന് നോക്കണേ അവരില്ലെങ്കിൽ അവർ RC7 അടുത്തോടെ ഒന്ന് വരാൻ പറ.
അപ്പം ഈഗിൾ എന്തായാലും നമുക്ക് ഇനി ഒരു ടൂർണമെന്റ് ഒക്കെ ഇനി പെട്ടെന്ന് തന്നെ ആലോചിക്കുമോ അതോ ഇല്ല, time പെട്ടെന്നില്ല എടുത്താലോ? അടുത്തത് ചെയ്യുമ്പോ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ചെയ്യണം. അടുത്തത് ചെയ്യുമ്പോ സോ എന്തായാലും നമ്മൾ ഈ ഒരു ടൂർണമെന്റ് എന്താണ് തുടങ്ങിയത് അതൊക്കെ ഒന്ന് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തുടങ്ങിയ കാരണവും അതൊക്കെ അതെ, അതിനെല്ലാം അതെല്ലാം പറയാം. നമുക്ക് ഇതൂടെ ഇവരെയും കൂടെ വിളിച്ച് എല്ലാം ഒന്ന് ഇതാക്കിയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. അതൊരു എന്തൊരു ഇപ്പൊ വരും കേട്ടോ, സബ്ജക്റ്റ്. ഇപ്പൊ വരും. ഇപ്പൊ വരും. വേല വെക്കുന്നു. അയ്യോ, അടുത്തൊന്നും ടൂർണമെന്റ് കുറച്ചെടുത്തില്ല, കുറച്ച് കഴിഞ്ഞേ ഉള്ളു കേസ്. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ടൂർണമെന്റ് സ്ട്രീം മാത്രമായി പോകും. എനിക്ക് അത് മാത്രമായിട്ട് അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ താല്പര്യമില്ല. ഒരു ഇൻ ബിറ്റ്വീൻ ദ ഗ്യാപ്പിൽ വന്നാലേ നിങ്ങൾക്കും ഇത് കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? സോ എല്ലാവർക്കും ടിവിയിലെ എല്ലാ മെമ്പേഴ്സിനും വെൽക്കം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ബീങ് #2 ഇൻ ദ ടൂർണമെന്റ്. എന്താണ് പറയാനുള്ളത്? അത്ര സന്തോഷത്തിലല്ല, പക്ഷേ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിരുന്നു വേണ്ടത്. പക്ഷെ നമുക്ക് കുറച്ച് മിസ്കമ്മ്യൂണിക്കേഷനും മിസ് കോൾസ് ഒക്കെ വന്നിട്ട് അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഞങ്ങളുടെ ഇത്. അപ്പം ബട്ട് സ്റ്റിൽ #2 is a good score bro. #2 എന്ന് പറയണത് ടൂർണമെന്റിലെ രണ്ടാമത്തെ സ്കോറിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ആൻഡ് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് തോന്നിയത്? നിങ്ങൾക്ക് എന്താണ് പറ്റിപ്പോയതെന്ന് പറഞ്ഞാവോ? അതായത് എന്താ പറയാ, നമുക്ക് സോണിന് വേണ്ടി കളിച്ചാൽ മതിയായിരുന്നു. നമ്മളിപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് ഇച്ചിരി അടിച്ച് കളിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന്. കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ട്, കുറച്ച് പേർക്ക് അങ്ങനെ. അപ്പം അങ്ങനെ വന്നപ്പം നമ്മളപ്പം പൊസിഷനൊക്കെ വിട്ടൊന്ന് തള്ളാൻ ശ്രമിച്ചു, മനസ്സിലായി. അപ്പം നമ്മുടെ പൊസിഷൻ പോയി, അതാണ് പറ്റിയത്. ഇങ്ങനത്തെ നമുക്കൊരു മൊമെന്റ് അതങ്ങ് പോയി. ഓക്കെ, കുഴപ്പമില്ല. എനിവേ #2 is a very good score. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ പ്രൈസ് മണി ഒരു 3 daysനുള്ളിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ടൂർണമെന്റ് MVP-യും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങ് അനൗൺസ് ചെയ്യുവാണ്. ടൂർണമെന്റ് MVP ഇറ്റാച്ചിയും അതുപോലെ തന്നെ വില്ലു പ്രൊഫസറുമാണ്. അവർ ഈക്വലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തീരുമാനിക്കാം ആരാണ് MVP എന്ന്, അല്ലെങ്കിൽ ഈക്വലി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും നല്ലത് ഞങ്ങൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടൂർണമെന്റിലെ MVP എന്ന് പറയുന്നത് TVA ഇറ്റാച്ചിയും അതുപോലെ തന്നെ TVA വില്ലു പ്രൊഫസറുമാണ്. ടിവിയുടെ സൈഡിൽ നിന്നും ഓൾ ഓവർ ദ ടൂർണമെന്റിലെ MVP ആയിരിക്കുന്നത്. അതിന് രണ്ടുപേർക്കും വില്ലും ഇറ്റാച്ചി ഉണ്ടെങ്കിൽ 2 വാക്ക് സംസാരിക്കണം. ആക്ച്വലി പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡിസർവിങ് വില്ലുമോനാണ്. കാരണം വില്ലുമോനാണ് നമ്മുടെ കൂട്ടത്തില് വെടിവെക്കാൻ വേണ്ടി കളിച്ചത്. ഞാൻ അങ്ങനെ, അതായത് എന്താ പറയാ, അങ്ങനെ ഫ്രണ്ടിൽ കയറി വെടിവെക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയ കില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ, ലൈക്ക് എത്ര ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ കിട്ടണ കില്ലാണ്. വെൽ ഡിസർവിങ് എപ്പോഴും വില്ലുമോനാണ്. സോ എനിക്ക് തോന്നുന്നു MVP വില്ലുമോനായിരിക്കും കുറച്ചുകൂടെ ഡിസർവിങ്. ആൻഡ് വില്ലുമോൻ 2 വാക്ക് പറയണം. ഹലോ, വില്ലുമോൻ പറയണം. എനിക്ക് ഫസ്റ്റ് മാച്ച് കളിച്ചപ്പോൾ എനിക്ക് പിന്നത്തെ മാച്ചുകളൊന്നും എനിക്ക് കളിക്കാൻ പറ്റിയില്ല. എനിക്ക് വളരെ ബാഡൊക്കെ ആയിരുന്നു. സെക്കൻഡ് മാച്ച് സെമിയൊക്കെയൊന്നും മര്യാദയ്ക്ക് അടിച്ചൊന്നും കളിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഫൈനൽ വരുമ്പോൾ ഫസ്റ്റത്തെ കളിയൊക്കെ 2-3 റൗണ്ടൊക്കെ 2 മാച്ച് പോയപ്പോഴേ നല്ല രീതിയിൽ ഡൗൺ ആയി. പിന്നെ കുറെ മിസ്റ്റേക്ക് കാരണം കുറെ കളി പോയി. പിന്നെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും എടാ കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും. അതുപോലെ തന്നെ ടിവിയിലെ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഫോർ ബീങ് #2 ഇൻ ദ ടൂർണമെന്റ്. അപ്പോൾ അടുത്തൊരു ടൂർണമെന്റിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. വെൽ പ്ലേഡ്. നമുക്ക് #3 വന്നിരിക്കുന്നത് RHS7 ആണ്. നമുക്ക് RHS7ലെ പ്ലേയേഴ്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. RHS7ലെ പ്ലേയേഴ്സിനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു ലീഡർ ബോർഡ് ചേഞ്ച് എടുത്തിക്കൊണ്ട് വന്ന ഒരേ ഒരു ടീം. യെസ്. സോ കേൾക്കാം, RHS7 എത്തിയോ? സോ ഗൈസ്, 79 പോയിന്റ് സെക്യൂർ ചെയ്തുകൊണ്ട് പോയിന്റ് ടേബിളിൽ 3-ാമത് എത്തിയിരിക്കുകയാണ് നിങ്ങൾ. ആൻഡ് ടൂർണമെന്റ് ഫിനിഷിംഗ് ചെയ്യുന്നത് 3-ാം സ്ഥാനത്താണ്. സോ
ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ്, വെരി വെൽ പ്ലേഡ്. നല്ല കുറെ ഗെയിം പ്ലേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആൻഡ് നന്നായിട്ട് കളിച്ചു. എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? പറയാനുള്ളതെന്ന് വെച്ചാ ഇത്രയും നല്ല സത്യം പറയാലോ, ഈ ഒരു ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്തതിന് സത്യം പറഞ്ഞാൽ വലിയൊരു താങ്ക്സ്. ബിക്കോസ് ഇങ്ങനെ പബ്ജി കണക്ക് തന്നെ ഈ ഒരു GTA ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഈ 120 പ്ലേയേഴ്സ് വന്നപ്പം ജസ്റ്റ് കത്തിപ്പോയതിന്റെ ഒരു ഇതല്ലാതെ വേറെ ഒരു സീനും ഇതിൽ വന്നിട്ടില്ല. ഇത്രയും വലിയൊരു ടൂർണമെന്റ് ലൈക്ക് 800 പ്ലേയേഴ്സ് കളിക്കാൻ പറ്റിയവർക്ക് എല്ലാവർക്കും ഈ കമ്മ്യൂണിറ്റി തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ PC പ്ലേയേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് ഈ ഒരു ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി. അതിൽ നിന്ന് ഈ ഒരു ഫൈനലിൽ കയറി ടോപ്പ് 3 അടിച്ചതിൽ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇനിയും ടൂർണമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും എല്ലാവർക്കും ഒരു ചാൻസ്. അതേ കണക്ക് തന്നെ ഒരു ചെറിയൊരു വിഷമം എന്ന് വെച്ചാൽ ഇപ്പൊ എക്സ്ലാൻഡിസിലോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ 2 പ്ലേയേഴ്സ് ഇല്ല. ആ ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ, ഒരു വിഷമമായിട്ട് പറയാൻ. അത് ശരിക്കും 3 ശരിക്കും പറഞ്ഞാൽ അത് നമുക്കായിട്ട് ഒരു ടൂർണമെന്റ് നമുക്ക് വേണ്ടി മാറ്റിത്തരാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഉറപ്പായിട്ട് ചെയ്തേനാടാ. ഇതൊന്ന് ഈ ഏജ് ലിമിറ്റ് ആണ്. നമ്മളത് ഒരുപാട് പ്ലേയേഴ്സിനെ, സിറ്റിസൺസ് അടക്കം ഗ്യാങ്ങുകളടക്കം ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് അത് പോളിസി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാനില്ല. എന്തായാലും അവിടെ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്, വെരി വെൽ പ്ലേഡ്. ആൻഡ് നിങ്ങളുടെ പ്രൈസ് മണി വിൽ ബി ഹാൻഡ് ഓവറിംഗ് വിത്തിൻ 3 days. നിങ്ങളുടെ കയ്യിൽ പ്രൈസ് മണി എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ കുറച്ച് പ്ലേയേഴ്സും ടോപ്പ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. ഒരു അവസരം എവിടെയും തന്നെ കൂടുതൽ കഴിവ് കളിക്കാറില്ല. എടാ, നിനക്ക് കഴിവില്ലാത്തോണ്ടല്ല നീ ഇവിടെ കളിക്കാൻ, നിനക്ക് പ്രായം ഇല്ലാത്തോണ്ടാ കളിക്കാൻ പറ്റാത്തത്. അതാണ് അത് മനസ്സിലാക്കേണ്ട കാര്യം. നേരത്തെ ജനിക്കണോടാ. ആൻഡ് സ്ലോട്ടിന്റെ കാര്യം ഓൾറെഡി ടോപ്പിൽ വന്നിരിക്കുന്നത് ഇറ്റാലിയ ആയിരുന്നു. ഇറ്റാലിയക്ക് ഇവിടെ കറന്റ് ഗ്യാങ് ആയിട്ട് കളിക്കാനുള്ള ഒരു താല്പര്യമില്ല എന്നാണ് അവർ പറയണത്. സോ അപ്പം ബാക്കി സ്ലോട്ട് ഡീറ്റെയിൽസ് എല്ലാം എക്സ്ലാൻഡിസിന്റെ സൈഡിൽ നിന്നുള്ള അനൗൺസ്മെന്റ് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്, ഗ്യാങ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും. ഓക്കെ ബൈ ബൈ. ആൻഡ് ഫൈനലി ഇവിടെ എന്താ പറയാ, ഇനിയിപ്പോ ഗൈസ് ആൻഡ് ഇവിടെ ടൂർണമെന്റ് തീരുവാണ്. ആൻഡ് ഇറ്റ്സ് ബീയിങ് എ വണ്ടർഫുൾ ജേർണി വിത്ത് യു ഗൈസ് ആൻഡ് ദ എൻ്റയർ ടീം ഓഫ് റാംപേജ്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു ടൂർണമെന്റ് ഇവിടെ നടക്കാനുള്ള ഒരു വലിയ കാരണം എന്ന് പറയണത് ഒരാളാണ്, അത് നിഞ്ചയാണ്. നിഞ്ചയുടെ അടുത്തു നിന്നാണ് ഈ ഒരു ടൂർണമെന്റ് തുടങ്ങിയത്. സോ നിഞ്ചയുടെ അടുത്ത് ഈ ഒരു ടൂർണമെന്റ് നടത്തിയതിന് ഒരു ഗുഡ് കോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ കൂട്ടത്തിലൊരു പയ്യന്റെ വീട് ജപ്തിയാണ്. സോ ആ ജപ്തിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു എമൗണ്ട് കൊടുക്കണമായിരുന്നു. പ്ലസ് എല്ലാവർക്കും എൻഗേജിങ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ്. കുറച്ച് നാളായിട്ട് സെർവറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പറയണതുപോലെ എല്ലാ പ്ലേയേഴ്സിനും ഒരു ആക്ടിവിറ്റി ആവട്ടെ എന്നുള്ള ഓൺ ദ സെയിം സൈഡ് തൊട്ടപ്പുറത്ത് അവിടെ എക്സ്ലാൻഡിസ് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതും ഉണ്ടായിരുന്നു. അതും ആ ഒരു വഴി കൂടെ നടന്നു. ആ ഒരു സെയിം സമയത്ത് ഓഡിയൻസും അതുപോലെ തന്നെ പ്ലേയേഴ്സും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നടത്തിയത്. പ്ലസ് ഈ ഒരു ഇതിൻ്റെ ടൈം ലിമിറ്റും അവൻ്റെ ആ വീടിൻ്റെ കേസിൻ്റെ ഒരു ടൈം ലിമിറ്റും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു കാര്യത്തിൽ നടത്തിയത്. ആൻഡ് അതൊരു നിഞ്ചയുടെ അടുത്ത് നമ്മളിത് പറഞ്ഞ സമയത്ത് 4 ദിവസം കൊണ്ട് അവൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഇതുപോലത്തെ ഒരു ടൂർണമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് മേടിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്തപ്പം സ്ക്രിപ്റ്റിന് നമ്മളോട് പറഞ്ഞ റേറ്റ് എന്ന് പറയണത് 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെയാണ്. മനസ്സിലായി? ഇതേപോലത്തെ ടൂർണമെന്റ് നടത്തുന്ന ആ 4 ലക്ഷം രൂപയുടെ സ്ക്രിപ്റ്റാണ് ഒരു 4 ദിവസം കൊണ്ട് നിഞ്ച ഇരുന്ന് പണിത് ഇതിലാക്കിയത്. ആൻഡ് നിഞ്ച അത് പണിത് കൊണ്ടുവന്ന സമയത്ത് ആ സ്ക്രിപ്റ്റ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്ക് സമയം അവന് നിഞ്ചയ്ക്ക് കിട്ടിയില്ലായിരുന്നു. സോ ആ ഒരു സമയത്ത് നമുക്ക് അപ്പാപ്പൻ മാസ് എൻട്രി വന്നിട്ട് പറഞ്ഞ് എക്സ്ലാൻഡിസിലെ എല്ലാ ഡെവലപ്പേഴ്സിനെയും നമ്മൾ ഇവിടെ ഇട്ട് തരും എന്നുള്ള രീതിയിൽ ബ്രാവോ ഇവിടെ വന്ന് പറഞ്ഞ് അങ്ങനെ എക്സ്ലാൻഡിസിലെ എല്ലാ ഡെവലപ്പേഴ്സും എല്ലാവരും വന്ന് നിഞ്ചയെ ഹെൽപ്പ് ചെയ്ത് അതിനകത്തുള്ള എല്ലാ എറേഴ്സും ഫിക്സ് ചെയ്ത് ആണ് ഈ ഒരു ടൂർണമെന്റ് ഇങ്ങനെ പോയത്. ആൻഡ് ആദ്യത്തെ നിഞ്ചയോടുള്ള ആ ഒരു ഷൗട്ട് ഔട്ടിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു നന്ദിയുടെ ശേഷം ഞാൻ
എക്സ്ലാൻഡിസിലെ എല്ലാ ഡെവലപ്പേഴ്സിനോടും ഒരു സ്പെഷ്യൽ താങ്ക് യു ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഞാനിവിടെ പറയുകയാണ്. അത് ഒരിക്കലും അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നടത്താൻ പറ്റില്ല ഗൈസ്. നമ്മൾ ആദ്യത്തെ ടോപ്പ് 3 ആൾക്കാരെ വിളിക്കുന്ന നല്ല. ഇപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് സ്കോഡിനെ വിളിച്ചാൽ തൊട്ട് താഴെയുള്ള TGയെ വിളിക്കണം. ഓരോരുത്തരെയും വിളിക്കേണ്ട ഒരു ഇതാവും. നമുക്ക് ആദ്യം ഇതൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പിന്നീട് പരാതി ആവണ്ട. ടോപ്പ് 3 അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്, അത് അങ്ങനെ അങ്ങ് നിൽക്കട്ടെ ഗൈസ്. ചില്ലാവും, എല്ലാവരും ചില്ലാവും. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഇതോടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നോഡിനെയാണ്. നോഡ് ഡെവലപ്മെന്റ് സൈഡിലാണെങ്കിലും ബാക്കിയുള്ള സൈഡിലാണെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഇവിടെ ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചത് നമ്മുടെ നോഡാണ്. നോഡ് താങ്ക് യു സോ മച്ച്. ഒരിക്കൽ എത്ര നന്ദി പറഞ്ഞാലും തീരുമില്ല. ആൻഡ് അതേപോലെ തന്നെ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഒരു നിങ്ങൾക്ക് ഒരു ടൂർണമെന്റിൽ ആദ്യത്തെ ദിവസങ്ങളിലായപ്പോലും പിന്നീട് ഇവിടെയുള്ള ബഗ്ഗുകളൊക്കെ പടപടയെ ഫിക്സ് ചെയ്താണ് വന്നുകൊണ്ടിരുന്നത്. ഷേഖെ താങ്ക് യു സോ മച്ച്. 500 വി വിൽ മിസ് ദിസ് ടൂർണി. GG ഓൾ ടീം. താങ്ക് യു സോ മച്ച് ഷേഖെ. അപ്പോൾ അതിലൊരു വലിയ റോള് നോഡിനുണ്ട്. ആൻഡ് അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് എക്സലാൻറ്റിസിൽ നിന്ന് ഇവിടെ സ്പെക്ക് ചെയ്യാൻ വന്നതിൽ പക്കു, നമ്മുടെ വോൾട്ടർ വൈറ്റ്, എക്സലറേറ്റ്, ടോം അഡ്മിൻ ഇവരെയൊക്കെയാണ്, ഇവരുടെ അടുത്തൊക്കെയാണ്. ആൻഡ് മെയിനായിട്ട് അതിൽ പക്കുവിൻ്റെ കാര്യം എടുത്തു പറയണം. ഉച്ചയ്ക്ക് ടെസ്റ്റ് മാച്ച് തൊട്ട് രാത്രിയിൽ വരെ എല്ലാത്തിനും ഇവിടെ ഫുൾ ടൈം സ്പെക്കിലിരിക്കുന്നതായിരുന്നു പക്കു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് അസ്. ഈ ഒരു ജേർണി എന്നെ ഇതിൽ കൺസിഡർ ചെയ്തതിനും താങ്ക് യു സോ മച്ച് ഈഗിൾ ബ്രോ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് ഈ ഒരു സെയിം ടീമായിട്ട് നമുക്ക് മുന്നോട്ട് ഒരുപാട് നല്ല ടൂർണമെന്റും കാര്യങ്ങളും ഒക്കെ നടത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് അടുത്തതായിട്ട് ഞാൻ നമ്മുടെ രായനെ ഫ്രം ദ ഇത് പ്ലാൻ ചെയ്യണം തൊട്ട് പോസ്റ്റർ അടിക്കുന്നതും തൊട്ട് പടം റിലീസ് ആവുന്നത് വരെ ബാക്ക് എൻഡിൽ നിന്ന് ചെയ്ത ഒരാളെന്ന് പറയണത് രായനാണ്. അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ്റെ PC കത്തിപ്പോയി. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ ദിവസം രായൻ ഇവിടെ വരണം എന്ന്. അപ്പോൾ രായൻ ഇതിലൊരു വലിയ റോളുണ്ട്. രായ താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇതിൽ നീ എല്ലാ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് ഞാനൊരു താങ്ക് യു പറയാണ്. ഓൾ എഫേർട്സ് നീ ഇതിലിട്ടതിന്. അല്ല എനിക്കൊരു ജസ്റ്റ് ഒരു കാര്യം, അതായത് പോസ്റ്ററും കാര്യങ്ങളും ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്തത് നമ്മുടെ 2 പിള്ളേരാണ്. അവരുടെ പേര് കൂടി പറയാനാണോ? നീ പറഞ്ഞു സംസാരിക്കേ. ഓക്കെ, അപ്പൊ അൻസിലും ടോബിയും ഇവനും. സോ അൻസിലും ടോബിയുമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും, നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റേഴ്സും ബാക്കിയുള്ളത് എല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. അവർക്കും ഓരോ മാച്ച് കഴിയുമ്പോഴും ഓരോ ഡിസൈൻസും അതും ഇതും എല്ലാം ചെയ്ത് അവർക്ക് ഒരു പ്രത്യേക നന്ദി പറയുന്നു. ആൻഡ് ദിൽഷാദ് ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ ഹു മാനേജ് ആൻഡ് ഓർഗനൈസ്ഡ് ദിസ് അമേസിംഗ് ടൂർണമെന്റ്. ഗ്രേറ്റ്ഫുൾ ഫ്രം RZ7. ദിൽഷാദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 points. ആൻഡ് അടുത്തത് ഫ്രം ദ ബിഗിനിങ് ഒറ്റയ്ക്കായപ്പോ കൂട്ടിന് വന്നവനാണ് നീ. താങ്കിങ് MRC ഗോഗു. ആദ്യം തൊട്ട് എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം ആയപ്പോൾ തൊട്ട് തൊണ്ടയ്ക്ക് എനിക്കൊരു റെസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഇത്രയും പ്രഷർ കുറഞ്ഞു തുടങ്ങിയത് അവൻ വന്നതിന് ശേഷമാണ്. ഞാൻ അത് മാത്രമല്ല പറയണത്, ഓഫ് സ്ട്രീമിലും ഓൺ സ്ട്രീമിലും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തും ബൂസ്റ്റ് ചെയ്തും എല്ലാം ഈ ടൂർണമെന്റ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടും എന്റർടൈൻമെന്റ് എലമെന്റ് കൊണ്ടുവരാനും പറ്റിയത് അവൻ ഇതിനകത്തുള്ളത് കൊണ്ട് മാത്രമാണ്. അളിയ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഞാൻ തിരിച്ചു വന്നപ്പോ കൂടെ ഉണ്ടായിരുന്നത് നീ. അപ്പം നമ്മളും കൂടെ തന്നെ കാണും. കഴിഞ്ഞ ഒരു PUBG സമയത്ത് എനിക്ക് വന്ന് കൂടെ കമന്ററി പറയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കിടന്ന് പട്ടിപ്പണി എടുക്കേണ്ട അവസ്ഥയായിപ്പോയി. പക്ഷെ ഇത്തവണ എനിക്ക് വരാൻ പറ്റി. അതുപോലെ നിനക്കും താങ്ക്സ് കളിയാ. അതുപോലെ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ഓഡിയൻസിനും താങ്ക് യു സോ മച്ച്. ലവ് യു. Matt Gamer bro, thank you so much for the 10 Eagle Gaming membership bro. Thank you so much, means a lot. Thank you so much. പിന്നെ അടുത്തതായിട്ട് ഒരു ഇത് കൂടി പറയണ്ട, അതായത് ഈ ഡിസ്കോഡ് നമ്മുടെ BM-ലുള്ള ടിൻഡു ആണ് മൊത്തത്തിൽ ഒരു ദിവസം കൊണ്ട് മൊത്തത്തിൽ പണിഞ്ഞ് സെറ്റ് ചെയ്ത് തന്ന് എല്ലാ ടീമിന് വേണ്ടിയിട്ടുള്ള. പക്ഷെ ഇവിടെ കിടന്ന് പട്ടിപ്പണി എടുക്കേണ്ട അവസ്ഥയായിപ്പോയി. പക്ഷെ ഇത്തവണ എനിക്ക് വരാൻ പറ്റി. അതുപോലെ നിനക്കും താങ്ക്സ് കളിയാ. അതുപോലെ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ഓഡിയൻസിനും താങ്ക് യു സോ മച്ച്. ലവ് യു. Matt Gamer bro, thank you so much for the 10 Eagle Gaming membership bro. Thank you so much, means a lot. Thank you so much. പിന്നെ അടുത്തതായിട്ട് ഒരു ഇത് കൂടി പറയണ്ട, അതായത് ഈ ഡിസ്കോഡ് നമ്മുടെ BM-ലുള്ള ടിൻഡു ആണ് മൊത്തത്തിൽ ഒരു ദിവസം കൊണ്ട് മൊത്തത്തിൽ പണിഞ്ഞ് സെറ്റ് ചെയ്ത് തന്ന് എല്ലാ ടീമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു തന്നു. പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് മാഫിയിലുള്ള പിള്ളേര് ഇവിടെ
സത്യം പറഞ്ഞ ഓരോ ഓക്കെ അത് അഴിവഴിപ്പോയി. എന്റെ സൗണ്ട് പോയി. പിന്നെ ടിക്കറ്റ്സും കേക്കാവല്ലോ, ആ കേക്കാം കേക്കാം കേക്കാം. ടിക്കറ്റ്സും മറ്റു കാര്യങ്ങളും BM-ലെ കുറച്ച് പിള്ളേര് ഇവിടെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഇവരെ കൂടെ ഉണ്ടായിരുന്നു. അത് കൂടി പറയണം എന്റെ കൂട്ടത്തില്. ഓക്കെ താങ്ക് യു. അവർക്കും ഞാനൊരു ബിഗ് ഷൗട്ട് ഔട്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറയാണ്. നിഞ്ച ഇവിടെ ഉണ്ടോ? നിഞ്ച രണ്ടു വാക്ക് സംസാരിക്കേ.